السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. صلاة وسلاما عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ഒരു ചർച്ചയാണ് ഏകദേശം 10-20 ദിവസത്തിന്റെ ഇടയിൽ നാം ചെയ്യുന്നത്. അള്ളാഹു കബൂലിയത്ത് നൽകട്ടെ. റബ്ബിന്റെ അടുത്ത് പൊരുത്തമുള്ള സ്വീകരിക്കുന്ന അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അൽഹംദുലില്ലാഹ് ഓരോ ഹിജറി വർഷത്തിൽ നൂറ്റാണ്ടുകളിൽ ചെയ്ത മഹത്തുക്കളായ ഇമാമിയങ്ങളെയും സ്വഹാബത്തീങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ ഇന്ന് ഹിജറി 400 വർഷം മുതൽക്ക് 500 വർഷം വരെ ഇസ്തിഗാസ ചെയ്ത മഹത്തുക്കളായ പണ്ഡിതന്മാരെ ഒന്ന് പരിചയപ്പെടുത്താനാണ് എന്റെ ഇന്നത്തെ കാര്യം. ഓരോ വർഷത്തിൽ ചെയ്ത, ഓരോ നൂറ്റാണ്ടുകളിൽ ചെയ്ത മുഹദ്ദിസീങ്ങളെ അഥവാ മുഫസ്സിരീങ്ങളെ, ഇമാമീങ്ങളെ, മുജ്തഹിദീങ്ങളെ അഥവാ മഹാപണ്ഡിതന്മാരെ, അതുപോലെ ഇസ്തിഗാസ നടത്തിയതും അവർ ചെയ്തതും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഇന്നത്തെ ചർച്ച ബഹുമാനപ്പെട്ട ഇമാം അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, സുബ്ഹാന മൻ ജല്ല, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഹിജറി 450 ജീവിച്ചത്, പ്രസവിച്ചത്. അഥവാ ബഹുമാനപ്പെട്ടവരുടെ വിലാദത്ത് 450 പ്രസവിക്കുകയും 505 വഫാത്താവുകയും ചെയ്തിട്ടുള്ളത്. ഹിജറി 505. സുബ്ഹാനല്ലാഹ്. ഗസ്സാലി ഇമാം തങ്ങൾ എന്ന് പറയുമ്പോ ഷാഫി മദ്ഹബിലെ അഗ്രഗണ്യ പണ്ഡിതനാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ കുറിച്ച് വെച്ച അഥവാ എഴുതി വെച്ച ഇഹ്യാഉ ഉലൂമിദ്ദീൻ എന്ന കിതാബിനെ കുറിച്ച് പറഞ്ഞു, കാദൽ ഇഹ്യാഉ അൻ യകൂന ഖുർആന. ഇഹ്യാ എന്ന കിതാബ് അത് ഖുർആനോളം ഗടം പിടിച്ച അഥവാ അത്രമാത്രം മഹത്തരമായ ഗ്രന്ഥമാണെന്ന് ഞാൻ പറയുന്നു. അതുവരേക്കും നല്ല പ്രൗഢമാകുന്ന വാക്കുകളെ കൊണ്ട്, സൂഫീസവും കൊണ്ട്, അഖീദപരമായ വിഷയങ്ങളെ കൊണ്ട്, ഇബാദത്തുകൾ എങ്ങനെയാണ്, മുആമലാത്തുകൾ എങ്ങനെയാണ്, ഹദീസുകൾ എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ നടത്തുന്നുണ്ട്. ഈ ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഹാമിഷ് എടുത്തു നോക്കിയാൽ ഫളായിലുൽ ഇഹ്യായിൽ നമുക്ക് കാണാം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം മുഖേന ഇഹ്യാ എന്ന കിതാബിനെ കാണിക്കപ്പെടുകയും ഇഹ്യായിനെ നബി തങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അംഗീകരിച്ച ഇഹ്യായില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ എത്തിയാൽ അവിടെ നടത്തേണ്ട കാര്യങ്ങൾ, ദ്വാരക്കേണ്ട ദുആകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ്കുർനാ ഇൻദ ബാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ അങ്ങയുടെ അടുത്ത് ഞങ്ങളെയും നിങ്ങൾ ഓർമ്മ വെക്കണം, ദ്വാരക്കണം എന്ന വാക്ക് ഇഹ്യയിൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോ അവിടെ പറഞ്ഞു, അഹ്ലർ ഫീ ഖൽബിക അശ്ശഖ്സുൽ കരീം, നിന്റെ ഖൽബില് അയ്യുഹൻ നബി എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അത്ഭുതപ്പെടുന്ന ഗൗരവമുള്ള ശരീരത്തിനെ നീ ഒന്ന് ഓർമ്മിക്കണം, ഹാളിറാക്കണം. അഹ്ലർ എന്നാണ് പറഞ്ഞത്, മുതഅദ്ദിയാണ്. നീ ഹാളിറാക്കിപ്പിക്കണം. ആരെ? അശ്ശഖ്സുൽ കരീം, അത്രയും ബഹുമാനമുള്ള, ലോകത്തിന് റഹ്മത്തായി ഇറക്കിയ അള്ളാഹു അയച്ചു തന്ന ആ മുഹമ്മദ് നബിയെ നീ ഹാളിറാക്കി വിളിച്ച് എന്നിട്ട് പറയണം അസ്സലാമു അലൈക, സലാം നബിയെ തങ്ങൾക്കാണ്. മനസ്സിലാക്കുന്നുണ്ടോ? അത്രയും ശുദ്ധമായ ഇസ്തിഗാസയെ പഠിപ്പിച്ച ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഈ ഗസ്സാലി ഇമാം തങ്ങളുടെ കിതാബാകുന്ന പല കിതാബുകളിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അമ്പിയാക്കളുടെ മദദുകളും സഹായങ്ങളും, അമ്പിയാക്കൾ നൽകുന്ന പ്രത്യേകതായ വിഷയങ്ങളും, അവിടുന്ന് മക്ബറക്ക് പോയാൽ കിട്ടുന്ന ഫലങ്ങളും ഒക്കെ ഗസ്സാലി ഇമാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് രണ്ടാമത്തെ ക്ലിപ്പിൽ ഞാൻ വരുന്നുണ്ട്.
ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു കിതാബുൽ മദ്ലൂൻ എന്നതിലെ വിവരിച്ച് പറയുന്നുണ്ട് അമ്മ തഖർറുബു ലിമശാഹദിൽ അംബിയാഇ വൽ അഇമ്മത്തി അലൈഹിമുസ്സലാം. അംബിയാക്കളുടെ കബറിണ്ടരികിൽ അതുപോലെ ഔലിയാക്കൾ അയിമ്മത്തീങ്ങളുടെ കബറിണ്ടരികിൽ പോവുക എന്നുള്ളത് അത് ഫൈനൽ മഖ്സൂദ മിൻഹു അസ്സിയാറത്തു, ഇത്രയും സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടുക എന്നുള്ളത് അത് അവരുമായി സിയാറത്ത് ചെയ്യുക എന്നതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുക. അതുപോലെ നമുക്ക് ദോഷങ്ങളെ പുറത്ത് കിട്ടാൻ വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾ വീട് കിട്ടാൻ വേണ്ടി അവരുമായി സഹായാർത്ഥന നടത്തുക, സഹായം ചോദിക്കുക. മിൻ അർവാഹിൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ വിഷയം അംബിയാക്കളുടെ അർവാഹികളെ മുൻനിർത്തിക്കൊണ്ട് നാം ചോദിക്കുന്നത് സഹായങ്ങളെയാണ്. നമുക്ക് ആവശ്യം വീട് കിട്ടുക എന്നതാണ്, അത് ഉള്ളതുമാകുന്നു. ഈ സഹായങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നമുക്ക് ഷഫാഅത്ത് ചെയ്യും, ശുപാർശ ചെയ്യും എന്നതാണ്. ഒന്ന് അൽ ഇസ്തിംദാദു മിൻ ഹാദൽ ജാനിബി, മറ്റൊന്ന് വൽ ഇംദാദു മിനൽ ജാനിബിൽ ആഖർ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ പറയുന്നുണ്ട് വലിസിയാറത്തിൽ മശാഹദി ആഥറുൻ അലീം, ഇത്രയും അംബിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സജ്ജനങ്ങളുടെ ഖബറിന്റെ അരികിൽ പോവുക, സിയാറത്ത് ചെയ്യുക എന്നുള്ളത് അസറുൻ അലീം, അതിന് ഒന്നമായ കൂലിയുണ്ട്, ഒന്നമായ അടിസ്ഥാനമുണ്ട്, അതിന് ഒന്നമായ പ്രതീക്ഷയുണ്ട്. അത് ചെയ്യേണ്ടത് ആവശ്യങ്ങൾ വീട് കിട്ടാൻ വേണ്ടിയാണ്, അവരുടെ അർവാഹുകളെ മുൻനിർത്തി കൊണ്ട് ചോദിക്കുക എന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മദ്ലൂനിലെ ഈ വിഷയം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങള് ശിർക്ക് പ്രചരിപ്പിച്ചോ? ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങള് നരകത്തിന്റെ അവകാശിയാണോ? ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾക്ക് ഈ വിഷയം തിരിഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾക്ക് തൗഹീദ് മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ ഇത്രയും വ്യക്തമായി എഴുതി വെച്ച കിതാബുകൾ അത് നരകത്തിന്റെ കിതാബുകളാണോ? പറയണം മറുപടി. ശബ്ദം കേൾക്കുന്ന ഓരോ സലഫികളും എനിക്ക് മറുപടി പറയണം. മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാ ഗ്രൂപ്പ് അയച്ചു കൊടുക്കുക ഈ വോയിസുകളെ. ഏത് സലഫിയാണെങ്കിൽ കർണാടകത്തിൽ ആൺമക്കൾ ഉണ്ടെങ്കിൽ മറുപടി പറയണം. ഈ ഗസാലി ഇമാം തങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ? ഗസാലി ഇമാം തങ്ങൾ സിയാറത്തിനെ കുറിച്ചിട്ട് ഇഹിയയിൽ എന്ത് പറഞ്ഞു? ഗസാലി ഇമാം തങ്ങൾ മദ്ലൂനിൽ എന്ത് പറഞ്ഞു? അമ്പിയാക്കളെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞു? ഇഹിയയിൽ ഒന്നും കൂടി ഇഹിയയിൽ പറയുന്നുണ്ട്. അമ്മൽ മശാദു ഫലാ തതസാവാ ബൽ ബറകത്തു സിയാറത്തിഹാ അലാ ഖദ്രി ദറജാതിഹിം ഇൻദല്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളോ, സ്വാലിഹീങ്ങളോ, സജ്ജനങ്ങളോ അവരുമായി ബന്ധപ്പെടുക എന്നുള്ളത് ഓരോരുത്തർക്ക് അള്ളാഹു കൊടുത്ത ദറജാനുസരിച്ച് അതിന്റെ ബറക്കത്തുകൾ നമുക്ക് തിരിച്ചു കിട്ടും. ഗസാലി ഇമാം തങ്ങൾ ഇഹിയയിൽ പറയുന്നു 1-ാം വാല്യത്തില്, 2-ാമത് കിതാബുൽ മദ്ലൂനിൽ പറയുന്നുണ്ട് ഇത്രയും വിഷയങ്ങൾ, ആവശ്യങ്ങൾ വീട് കിട്ടാൻ വേണ്ടി അംബിയാക്കളെ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ കേന്ദ്രീകരിച്ച് ചോദിക്കുക എന്നുള്ളത് അതിന് അസറുൻ അലീം, വണ്ണമായ പ്രതീക്ഷയുണ്ട്, അതില് കൂലിയുണ്ട്, അടിസ്ഥാനമുണ്ട്. അപ്പോ ഈ പറഞ്ഞത് നേരെ വിരുദ്ധമാണോ? എങ്കിൽ അത് ഗസാലി ഇമാം തങ്ങളെ കിതാബ് നരകത്തിന്റെ ലിസ്റ്റിലാണോ? ഗസാലി ഇമാം തങ്ങൾ ശിർക്ക് പ്രചോദിപ്പിച്ചോ? ശിർക്കിന്റെ ആഹ്വാനം നൽകിയോ? ഗസാലി ഇമാം തങ്ങൾക്ക് തൗഹീദ് തിരിഞ്ഞില്ലേ? മറുപടി പറയേണ്ടതുണ്ട്. അതിനാൽ 450 ജീവിച്ച് 550 വഫാത്തായ ഗസാലി ഇമാം തങ്ങള് 110% ഇസ്തിഗാസയെ അനുകൂലിക്കുന്നുണ്ട്, ഇസ്തിഗാസയെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി നോക്ക്, ഹിജറി 421 വഫാത്തായ ബഹുമാനപ്പെട്ട അബു സഊദ് മൻസൂർ ഇബ്നു ഹുസൈൻ അൽ-ആജുരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ നസ്റുദ്ദുറർ എന്ന കിതാബിൽ പറയുന്നുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി ഖൽഖാ, അല്ലാഹ്ക്ക് ചില സൃഷ്ടികളുണ്ട്, ഖലഖഹും ലിഹവായിജിൻ നാസി,
ആ സൃഷ്ടികളെ അള്ളാഹു പടച്ചു വെച്ചത് മനുഷ്യരുടെ ആവശ്യങ്ങളെ തീർത്തു കൊടുക്കാൻ വേണ്ടിയാണ്. അതേ മനുഷ്യർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരിലേക്ക് മനുഷ്യർ ഓടിയെത്തുന്നുണ്ട്, വിളിച്ചെത്തുന്നുണ്ട്, അഥവാ അവരെ വിളിക്കുന്നുണ്ട്. അത്രയും ആൾക്കാർ അവർ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്, മുക്തിയുള്ളവരാണ്, ശിക്ഷയിൽ നിന്ന് കാക്കപ്പെട്ടവരാണ്, ശിക്ഷയിൽ നിന്ന് വിശോധിയായവരാണ്. അവരാണ് എല്ലാത്തിലും ശക്തിയായി ഉള്ളവർ, പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവർ. ആര്? അള്ളാഹു ചില ജനങ്ങളെ മനുഷ്യരുടെ ആവശ്യം തീർന്നു കിട്ടാൻ വേണ്ടി, തീർത്തു കൊടുക്കാൻ വേണ്ടി മാത്രമേ പടച്ചു വെച്ചിട്ടുള്ളൂ. അത്രയും ജനങ്ങൾ മനുഷ്യരുടെ ആവശ്യങ്ങൾ തീർത്തി കൊടുക്കാൻ വേണ്ടിയും അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുമുണ്ട്. ആ കൽപ്പിച്ചവരിലേക്കല്ലേ അള്ളാഹു പറഞ്ഞു കൊടുക്കുക, മനുഷ്യർ ഓടിയെത്തുന്നുണ്ട് അവരുടെ ആവശ്യങ്ങളെ തീർത്തു കൊടുക്കാൻ വേണ്ടി, ഇത്രയും ആൾക്കാരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. നബി തങ്ങളെ പറഞ്ഞ ഹദീസാണ്. നസ്റുദ്ദുറർ 1-ാമത്തെ വാല്യം 245 കാണാം. മൻസൂർ ഇബ്നു ഹുസൈൻ അൽ-അജ്രി റളിയല്ലാഹു അൻഹു 421 വഫാത്താണ് ഹിജ്റി. ആ വഫാത്തായ ബഹുമാനപ്പെട്ടവർ ആ വിഷയം പറയുന്നുണ്ട്. ഇതേ വിഷയം എടുത്ത് അല്ലാമ ഇമാം മുനാബി റളിയല്ലാഹു അൻഹു ഫൈലുൽ ഖദീറിലെ വിശദീകരിച്ച് തരുന്നുണ്ട്. 2-ാം വാല്യം 593-ാമത്തെ പേജില് ഇതേ വിഷയം, ഈ ഹദീസ് തന്നെ ബഹുമാനപ്പെട്ട ഹാഫിദ് അബൂ നുഐം അൽ-അസ്ബഹാനി റളിയല്ലാഹു അൻഹു ഹിജ്റി 336-ൽ ജീവിച്ച ആളാണ്. 430-ൽ വഫാത്തായ ആളാണ്. ബഹുമാനപ്പെട്ട അബൂ നുഐം തങ്ങൾ ഹാഫിളാണ്. ഈ ഹദീസ് തന്നെ ഹില്യത്തുൽ ഔലിയായില് ഈ വിഷയം കൊണ്ടുവരുന്നുണ്ട്. എന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു ഹുസൈൻ അൽ-അജ്രി റളിയല്ലാഹു അൻഹു നരകത്തിന്റെ ആളാണോ? ശിർക്ക് പ്രചോദനം ചെയ്ത ആളാണോ? ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? ശിർക്കിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആളാണോ? നരകത്തിന് വേണ്ടി ദുനിയാവിലെ ടിക്കറ്റ് എടുത്ത ആളാണോ? നരകത്തിന് വേണ്ടി കിതാബ് കുറിച്ചു വെച്ച ആളാണോ? അബൂ നുഐം ഹാഫിദ് തങ്ങള് ഹില്യയിൽ ഉദ്ധരിച്ച ഈ കിതാബ് ശിർക്കാണോ? ഹില്യയിൽ ഉദ്ധരിച്ചത് ശരിയല്ലേ? അതേ ഇമാം മുനാബി തങ്ങൾ ഫൈദുൽ ഖദീറിൽ ഉദ്ധരിച്ചത് അത് നരകത്തിന്റെ ലിസ്റ്റാണോ? നരകത്തിലേക്കാണോ? അതുകൊണ്ട് പറഞ്ഞു തരണം, സമൂഹം ഒന്ന് മനസ്സിലാക്കണം. 336-ൽ ജീവിച്ച 430-ൽ വഫാത്തായ അബൂ നുഐം അൽ-അസ്ബഹാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഹില്യയിൽ കൊണ്ടുവരുന്നുണ്ട്. ആദ്യം പറഞ്ഞു ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു 450-ൽ ജീവിച്ച 505-ൽ വഫാത്തായ ആളാണ്. ബഹുമാനപ്പെട്ടവർ നരകത്തിന് വേണ്ടി ആഹ്വാനം നൽകിയോ? അവരൊക്കെയും ഇസ്തിഗാസ നൽകിയിട്ടുണ്ട്, ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്, ഇസ്തിഗാസയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇസ്തിഗാസ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്തിഗാസ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അവർ അവരുടെ കിതാബിൽ കുറിച്ചു വെച്ചോ, മനുഷ്യരെ അല്ല പടച്ചോ, അള്ളക്ക് ചില സൃഷ്ടികളുണ്ട്, അത് മനുഷ്യരുടെ ആവശ്യം തീർത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു വെച്ചതാണ്. അതുകൊണ്ട് ജനങ്ങളൊന്ന് ഉണരണം, സമൂഹം ഒന്ന് മനസ്സിലാക്കണം എന്നേ പറയാറുള്ളൂ. ഇനി നോക്ക്, 3-ാമത്തെ ഒരാളെ ഞാൻ വീണ്ടും പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു നമ്മുടെ മുഹ്യിദ്ദീൻ ശൈഖാണ്. ഇനി നോക്ക്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു നമ്മുടെ മുഹ്യിദ്ദീൻ ശൈഖാണ്. വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കോടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവാർ. ഈ ഷെയ്ഖ് ജീലാനി തങ്ങള് ഹിജ്റ 470-ലാണ് ജീവിച്ചിട്ട് 561 വഫാത്തായ മഹാ കുത്തുബാണ്, ഔലിയായിലെ കുത്തുബിയാണ് അല്ലെ. എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകം കാക്കുന്ന മലക്ക് പറഞ്ഞോവർ. വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കോട ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എന്തെല്ലാ വരികളാണ് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ആ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബാകുന്ന ഉന്യയിൽ പറയുന്നുണ്ട്, അതേപോലെ എന്ന ആയത്ത് ഓതുകയാണ്. ഖബർ ഷരീഫിന്റെ അരികിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയാകുന്ന റൗള ഷരീഫിന്റെ അരികിൽ വന്ന് പോതണം. വഇന്നി അതൈതു നബിയക തൈബ,
മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെ ഈ ആയത്ത് ഓതണം, ഓതിട്ട് പറയണം, നബിയെ ഞാനിതാ തങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട് തായിബ, എന്റെ ദോഷം പുറത്തു കിട്ടണം, എന്റെ തൗബ സ്വീകരിക്കണം, എന്റെ ദോഷം ഒന്ന് പുറത്തു കിട്ടണം. അതുകൊണ്ട് ഫഅസ്അലുക, ഞാൻ ചോദിക്കുന്നുണ്ട് നബിയേ, അൻതൂജിബലിയൽ മഗ്ഫിറത, എനിക്ക് പുറത്തു തരണം, എന്റെ ദോഷം ഒന്ന് പുറത്തു തരണം. ഏതുപോലെ കൗമാ ഔജബ്തഹാ ലിമൻ നതാഉ ഫീ ഹാലി ഹയാത്തിഹി, നബിയെ തങ്ങൾ ഹയാത്തുണ്ടാകുമ്പോ തങ്ങളുടെ അരികിൽ വന്നാരെങ്കിലും ചോദിച്ചാൽ തങ്ങൾ അതിന് ഉത്തരം കൊടുക്കുമ്പോ പോലെ ഇപ്പൊ ഫാത്തായതിന്റെ ശേഷം ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് ഇപ്പോഴും മറുപടി തരണം. പോയി ചെയ്തു പോയ ദോഷങ്ങൾ എന്താണോ നബി തങ്ങളുടെ റൗളാ ഷരീഫിന്റെ അടുത്ത് ഓർത്ത് പറഞ്ഞിട്ടൊന്ന് തൗബ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അയാൾക്ക് ദോഷങ്ങളെ പുറത്തു കൊടുക്കും. മദീനയിൽ വന്ന് ചെയ്യണം, ആയത്ത് ഓതണം. എന്നിട്ട് നിർത്തില്ല, ബഹുമാനപ്പെട്ടവർ പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയ്യിക അലൈഹി സലാമുക നബിയ്യ റഹ്മ യാ റസൂലല്ലാഹ്, നബി തങ്ങളെ വിളിക്കുന്നു ശൈഖ് മുഹ്യിദ്ദീൻ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഗ്ഫിറ ലീ ദുനൂബി, ഞാനിതാ നബിയെ തങ്ങളിലേക്ക് മുന്നിട്ടിരിക്കുന്നു, എന്റെ ദോഷം ഒന്ന് പുറത്തു കിട്ടണം. എങ്ങനുണ്ട് ഇത്? നബി തങ്ങൾ അടുത്ത് ചെയ്യണം, പറയണമെന്ന് ശൈഖ് മുഹ്യിദ്ദീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉന്നയിലെ 12ാമത്തെ പേജിൽ പഠിപ്പിക്കുന്നു. എന്നിട്ട് നിർത്തില്ല, ശൈഖ് മുഹ്യിദ്ദീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖിഹി അൻ തഗ്ഫിറ ലീ വതർഹമനി, എനിക്ക് ദോഷങ്ങളെ പുറത്തു തരണം, എനിക്ക് റഹ്മത്ത് ചെയ്യണം. നബിയെ തങ്ങളുടെ ബറക്കത്തിനാൽ, തങ്ങളുടെ ഹക്ക് കൊണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖിഹി, തങ്ങളുടെ ഹക്ക് കൊണ്ട് എനിക്ക് നീ പുറത്തു തരണം. അല്ലാഹുവിന്റെ അടുത്ത് പ്രാർത്ഥനയാണ്, اللهم اجعل محمدا اول الشافين وانجى السائلين واكرم الاولين والاخرين اللهم كما آمنا به ولم نرى. എന്തെല്ലാം പറഞ്ഞ് വിശേഷണങ്ങൾ പറയുന്നു നബി തങ്ങളെ കുറിച്ചിട്ടാണ്. നബി തങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നബി തങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, നബി തങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നബി തങ്ങളെ പറഞ്ഞതിനെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ തങ്ങളെ ഏത് സ്ഥാനത്തിലാണോ നീ കടത്തിയിട്ടുള്ളത് ആ തങ്ങളെ കൂടെ ഞങ്ങളെയും നീ കടത്തി തരണം. തങ്ങളെ കൂടെ ഞങ്ങളെയും നീ ചേർത്ത് തരണം. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ഹൗദുൽ കൗസറിനെ കുടിപ്പിച്ചു തരണം, നബിയെ തങ്ങളെ കൂടെ എന്നെ ചേർത്തി തരണം, നബിയെ തങ്ങളെ കൂടെ നമുക്കൊരു സ്ഥാനത്തിൽ ചേർത്തി തരണം. ശൈഖ് ജിലാനി തങ്ങൾക്ക് തൗഹീദ് തിരിഞ്ഞില്ലേ? മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ നരകത്തിന്റെ ആളാണോ? മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്ക് കിതാബ് മനസ്സിലായില്ലേ? പടച്ചവനെ മനസ്സിലായില്ലേ? തൗഹീദ് മനസ്സിലായില്ലേ? ഉന്യ എന്നുള്ള ഈ കിതാബ് നരകത്തിന്റെ കിതാബാണോ? ശിർക്ക് ചെയ്യുന്ന കിതാബാണോ? ശിർക്കിന് വേണ്ടി പ്രേരിപ്പിച്ച കിതാബാണോ? അതുകൊണ്ട് മനസ്സിലാക്കണം, ഇത്രയും വിഷയങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ഇമാമിങ്ങൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, സാലിഹീങ്ങൾ, സജ്ജനങ്ങളെ കൂടെ അല്ലാഹു ഞങ്ങളെയും ചേർത്ത് തരട്ടെ. അതിനാൽ ഇത്രയും മഹത്തുക്കൾ ചെയ്ത ഇസ്തിഗാസ അത് തൗഹീദാണ്, അത് ഇസ്ലാമികമാണ്, അത് തൗഹീദിന് എതിരല്ല, ശിർക്കല്ല, നരകമല്ല. ഈ സലഫികൾ പ്രചരിപ്പിക്കുന്ന ഈ തൗഹീദ് അത് നരകമാണ്, ഉറപ്പാണ്. അവർക്ക് പടച്ചവണ്ടിൽ വിശ്വാസമില്ല, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത കൗമാണ്. അള്ളാഹ്ക്ക് അംഗങ്ങളുണ്ട്, ഭാഗങ്ങളുണ്ട് എന്ന് പ്രചരിപ്പിച്ചവരും പറയുകയും പറയിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. പടച്ചവനക്ക് ശരീരമില്ല, ഭാഗമില്ല, സർവ്വതും റബ്ബിൻ്റെതാണ്, ലോകം അവൻ്റെതാണ്, അവനക്ക് സ്ഥലമില്ല, അവകാശങ്ങളില്ല, എല്ലാം റബ്ബാകുന്ന അല്ലാഹുവിന്റെ അധീനത്തിൽ ഏൽപ്പിച്ചതാണ് സർവ്വതും. അതിനാൽ ഇന്ന സ്ഥലത്തിലെ അല്ലാഹു ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല, ആകാശത്തിലെ അല്ലാഹു ഉള്ളൂ എന്ന് പറയാനില്ല. അപ്പൊ ഭൂമി ആരതാണ്? എല്ലാ ആകാശവും ഭൂമിയും അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹുവിനെ കൈയുണ്ട്, കാലുണ്ട്, ഭാഗമുണ്ട്, മുഖമുണ്ട്, ചന്തിയുണ്ട്, ഊറയുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സലഫീസം തീർത്തും അബദ്ധമാണ്. അവരുടെ റബ്ബ് അത് വിഗ്രഹമാകുന്ന, അംഗങ്ങളുള്ള, ഭാഗങ്ങളുള്ള
സൃഷ്ടികളുള്ള റബ്ബാണ്. അത് നമ്മുടെ റബ്ബല്ല. നമ്മുടെ റബ്ബ് മുഖാലിഫുൽ ലിൽ ഖൽഖി, അതേ സൃഷ്ടികൾക്ക് എതിരായവനാണ്. സൃഷ്ടിക്കുള്ള ഒന്നും അല്ലാഹുവിനിക്കില്ല. അവന്റേതായത് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാനുമില്ല, ചിന്തിച്ചാലും എത്തി കിട്ടുന്നതുമല്ല. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടുക, മുക്തിയെ തേടുക, സത്യം മനസ്സിലാക്കുക. ഇമാമീങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, സുലഹായികള് അതേ സ്വഹാബത്ത് പഠിപ്പിച്ച മാതൃകം, പൈതൃകം അത് തുടർന്ന് ജീവിക്കുക. അതിനാൽ ഉള്ളതേ ഉള്ളൂ വിശ്വാസം, അതിനാലേ സ്വർഗം കിട്ടൂ. അതല്ലാത്ത ഒന്ന് നരകത്തിലേക്കാണ്. അള്ളാഹു ഞങ്ങളെ ഹിദായത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. നാം പറയുന്ന ഈ ക്ലാസ്, നമ്മുടെ ഈ ദൗത്യവും അതെല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ പറയുന്ന ഈ വാക്കുകളോ അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്തിന് മാർഗമായി നിങ്ങൾക്കെങ്കാലും ഏതെങ്കിലും ഒരാൾക്ക് ഉപകരിച്ചാൽ, എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആൾക്ക് അത് മാത്രമേ എനിക്കും മതിയാവൂ. കേൾക്കുന്ന ആൾക്ക് വിശ്വാസവും അതുപോലെ അവരുടെ എല്ലാ ഈമാനും രക്ഷപ്പെട്ട് കിട്ടുകയാണെങ്കിൽ എനിക്കത് മതി. അതുകൊണ്ട് മാത്രമേ ഇത്രയും സമയം ഇതിന് വേണ്ടി ചെലവ് ചെയ്യുന്നുണ്ട്. കാരണം നബി തങ്ങൾ പറഞ്ഞു, നിന്നെ കൊണ്ട് ഒരാൾ നന്നായാൽ, ഹിദായത്തിലേക്ക് വന്നാൽ അവനിക്ക് ദുനിയാവിലുള്ള സർവ്വതത്തിനേക്കാളും ഖൈർ ആ ഒരു കിടാവ് നന്നാവുക എന്നുള്ളതാണ്. അതിനാൽ സുഹൃത്തുക്കളെ, ഈമാൻ കാത്തു സൂക്ഷിക്കുക, രക്ഷപ്പെടുക. ഔലിയാക്കൽ, അമ്പിയാക്കൾക്ക് സ്ഥാനവും മഹത്വവും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്, ഞങ്ങൾക്ക് തുണയാകാൻ വേണ്ടിയാണ്. അതിന് വേണ്ടി മാത്രമേ ചില മനുഷ്യർ അല്ലാഹു പടച്ചു വെച്ചുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇത്രയും വിഷയങ്ങളെ സൂക്ഷിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ക്ലാസ് കേൾക്കുന്ന മുഅ്മിനീങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഈ ക്ലാസ്സുകള് മനുഷ്യർക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ അല്ലാഹു ആക്കി തീർക്കട്ടെ. ഇതിന്റെ മിസ്ല സവാബ് നമ്മുടെ എല്ലാമാകുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയ മദീനയുടെ ദർബാറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇവിടുത്തെ സ്വഹാബത്തീങ്ങള്, താബീങ്ങള്, സലഫു സ്വാലിഹീങ്ങള്, സജ്ജനങ്ങൾ, ഇമാമികൾ, മുഹദ്ദിഥീകൾ, മുഫസ്സിരീങ്ങൾ, എല്ലാ സ്വാലിഹീങ്ങളുടെ അമറാത്തിലേക്ക് അള്ളാഹു എത്തിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയ എന്റെ ബാപ്പടക്കമുള്ള സർവ്വ മുഅ്മിനീങ്ങൾ, നമ്മുടെ ഈ ഗ്രൂപ്പുകളിൽ കേൾക്കുന്ന, ശബ്ദം കേൾക്കുന്ന, ക്ലാസ്സുകളെ കേൾക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തകർ, മരിച്ചുപോയ കുടുംബാദികൾ, അവരുടെയും ബാപ്പ ഉമ്മ കുടുംബാദികൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ഹദറാത്തിലേക്ക് ഈ ക്ലാസിന്റെ മിത്ല തവാബും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, മിനിഞ്ഞാന്ന് നമ്മിൽ നിന്ന് പറയപ്പെടുന്ന ഒരാള്, അതേ കൈക്കമ്പയിൽ നിന്ന് ഷംസുദ്ദീൻ ഹാജി എന്ന് പറയുന്ന ഒരാള് ഇസ്ലാമികമായി ആദർശ വിഷയമായി പഠിച്ച് നമ്മുടെ സുന്നീസയത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പേ ഇന്നലെ അയാള് CM മടവൂർ മഖാമിലുണ്ട്. കഴിഞ്ഞ ഒരു മാസം, ഏകദേശം 20-25 ദിവസം മുമ്പ് അയാള് അതേ നമ്മുടെ അയ്യർവാടി ബഹുമാനപ്പെട്ട അതേ ഇബ്രാഹിം ബാത്തിഷയുടെ ഹദറത്തിലാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉംറയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, മദീനയും കണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ആ ശംസുദ്ദീനിക്കയും അയാളെ കൂടെ 5 ആൾക്കാരും കൂടെയുണ്ട്. റബ്ബേ, അവർക്ക് നീ ഹിദായത്ത് നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത ആളാണ്. അതുമായി ചർച്ച ചെയ്യുകയും അതിൽ നിന്ന് 4 ദിവസം കഴിയുമ്പോ സുന്നീസത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത ആള്. റബ്ബേ, അയാളെ ബിസിനസ്സിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, റാഹത്തും സന്തോഷം കൊടുക്കണേ അല്ലാ, ഹിദായത്ത് നിലനിർത്തി കൊടുക്കണേ അല്ലാ. നമ്മുടെ ദൗത്യമാണ് ഇസ്ലാമിക വിഷയം കിതാബുകളെ കൊണ്ട് നിരത്തി വെച്ച് പറഞ്ഞു കൊടുക്കുക, ആദർശം പറയുക, സുന്നത്ത് ജമാഅത്ത് പറയുക. റബ്ബേ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് ഇത്രയും ആത്മധൈര്യം നൽകുന്ന നമ്മുടെ ഉസ്താദന്മാരുണ്ട്. വന്യരായ കറവപ്പാടി ഉസ്താദുണ്ട്. റബ്ബേ, നീ ആഫിയത്തുള്ള ദീർഘായുഷ്യ കൊടുക്കണേ അല്ലാ. വന്യരായ തോക്കെ ഉസ്താദുണ്ട്. റബ്ബേ, എന്റെ ഉസ്താദാണ്. റബ്ബേ, നീ ആഫിയത്തുള്ള ദീർഘായുഷ്യം ഹിമ്മത്തും കൊടുക്കണേ അല്ലാ. വന്യരായ നമ്മുടെ അരവി സഖാഫി ഉസ്താദുണ്ട്. റബ്ബേ, നീ ആഫിയത്തുള്ള ദീർഘായുഷ്യ നമ്മുടെ ഉസ്താദന്മാർക്ക് നീ കൊടുക്കണേ അല്ലാ. അവരുടെ പൊറുത്തവും കുറുത്തവുമുള്ള മുത്തഅല്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, പഠിക്കുന്ന കാലത്തിൽ നല്ലോണം സഹായിച്ചവരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവരുണ്ട്, കഷ്ടപ്പെട്ട വാപ്പ ഉമ്മയുണ്ട്, കുടുംബാദികളുണ്ട്. എല്ലാവർക്കും നീ ഇസ്സത്ത് ദായിമാക്കണേ അല്ലാ. വാപ്പ മരിച്ചിട്ടുണ്ട്, എന്റെ വാപ്പ, എല്ലാരും ദ്വാരക്കണം. ആ വാപ്പക്ക് നീ മഗ്ഫിറത്തും റഹ്മത്ത് കൊടുക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നമ്മുടെ ഈ ക്ലാസ്സുമായി എല്ലാ പ്രതിഫലങ്ങളും ബാപ്പക്ക് നീ എത്തിപ്പിച്ചു കൊടുക്കണേ അല്ലാ.
ഞങ്ങളെ കാണുന്ന അവസരത്തിൽ സന്തോഷത്തിൽ കാണാൻ വാപ്പക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേരെ വിരുദ്ധമുള്ളവർക്കുള്ള ആക്രോശനങ്ങളും നമ്മുടെ ഹിമ്മത്തും ദൗത്യവും അവർ നമ്മുടെ ശത്രുക്കളാണ് എന്ന രീതിയിലാണ്, മനുഷ്യർ എന്ന രീതിയിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ നമ്മുടെ ആദർശത്തിൽ നമുക്ക് തർക്കമുണ്ട്. വിശ്വാസത്തിൽ അവർ കളങ്കം വരുത്തുന്ന പാവപ്പെട്ട മോമിനീങ്ങൾ അവർ വഞ്ചിക്കുന്നുണ്ട്, ചതിക്കുന്നുണ്ട്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനാൽ ഞങ്ങൾ ശബ്ദിക്കുന്നുണ്ട്, റഹ്മാനായ റബ്ബേ നമുക്കൊന്ന് ഇസ്സത്ത് ദായിമാക്കി താ അല്ലാഹ്. എല്ലാ ശത്രുക്കളുടെ ഷർറുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രവർത്തകരുണ്ട്, ഞങ്ങളെ കൂടെ സഹായിക്കുന്ന സഹകരിക്കുന്നവർ എത്രയോ ആൾക്കാരുണ്ട്. ഗ്രൂപ്പിൽ നിരന്തരം സപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ നിലക്കും അധ്വാനിക്കുന്ന കുറെ പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും നീ ഇസ്സത്ത് ദായിമാക്ക് റബ്ബേ. അവരുടെ കുടുംബത്തിൽ നീ വലിയ ഖൈറാത്തുകളെയും നീ ചൊരിച്ചു കൊടുക്കണേ അല്ലാ. കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ബേജാറുകളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കണേ അല്ല. കടങ്ങളെ തീർത്ത് തരണേ അല്ല. അതിന്റെ മാർഗങ്ങളെ നീ തുറന്നു തരണേ അല്ല. അതിന് നമ്മുടെ ഈ ക്ലാസ് ഒരു ഉപകരിക്കുന്ന ക്ലാസ്സായി കടത്തിന് പരിഹാരമോ തന്നനുഗ്രഹിക്കണേ അല്ല. ഈ പറയപ്പെട്ട സ്വഹാബത്തീങ്ങള്, അതേ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ എല്ലാവരുടെ മദത് ഞങ്ങൾക്ക് നീ തന്നനുഗ്രഹിക്കണേ അല്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.